എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ദൈവമായിട്ട് കുറേ എന്താ പറയുക അനുഭവങ്ങൾ ഇങ്ങനെ തരും. ദൈവം തരുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കും. നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഇവരുടെയൊക്കെ മുഖങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ അവരൊക്കെ ആരായിരുന്നു സിറ്റുവേഷൻസ് വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾക്ക് അവരെന്തായിരുന്നു ആരായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. അത് ദൈവം തരുന്ന ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ പേഴ്സൺസ് നമുക്ക് ഒരിക്കലും നമ്മളെ കൂടെ നിർത്താൻ പറ്റാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തരുന്ന ഈ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും. എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് പോയി നല്ല പണി തന്നു പോയ ഫ്രണ്ട്സുകൾ എനിക്ക് നല്ല പോലെ ഉണ്ട്. അതായത് ഞാൻ അവരെയൊക്കെ വിശ്വസിച്ചിരുന്നത് എന്താ പറയുക, എപ്പോഴും നമ്മൾ ഓരോ ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാനോ ഇല്ലെങ്കിൽ ഹാപ്പിനെസ് മാത്രമുള്ള സമയത്തോ അവരുമായിട്ട് അടിച്ചു പൊളിക്കാനോ കറങ്ങാനോ എന്താ പറയുക നമ്മുടെ നല്ല ഒരു ടൈമിൽ നമ്മളെ കൂടെ എത്തിച്ചിരിക്കാനും കളിക്കാനും നമ്മൾ നല്ല നിമിഷങ്ങൾ നമ്മൾ നല്ല സമയങ്ങൾ ചിലവഴിക്കാൻ മാത്രമല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വീണ് കിടക്കുന്ന സമയത്ത് നമ്മളെ ആ കുഴിയിൽ നിന്നൊന്ന് എണീപ്പിച്ച് പോരാൻ ഒരു കൈ തരുന്നതാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് എനിക്ക് പണി കിട്ടിയ ടൈം തൊട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടേ എന്നെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എന്തും ചെയ്യും. അവർക്ക് വേണ്ടി ചാവാനും ഞാൻ പഠിക്കില്ല. കാരണം അത്രയ്ക്ക് ബോണ്ടാണ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കൂടെ നിന്നിട്ട് ഒരു വേല വെക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പണി തരുന്നതാണെങ്കിൽ ചത്താൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് നമ്മളെപ്പോഴും ഈ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്നതെന്നറിയോ, ഒരു കുഴി നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ അതിലോട്ട് വീണാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്ഷിപ്പും എന്ന് വിചാരിക്കും. അതുമായിട്ട് കണക്ട് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിലും ഇതുപോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫ്രണ്ട്സ്? നിങ്ങൾ പറയുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം, ഇങ്ങനെ പണി തന്നു പോയ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ റീൽസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ അവർ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഞാനൊരു ലൈക്ക് പോലും അടിക്കാറില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെൻ്റെ ലൈഫിൽ വന്നിരുന്ന സമയത്ത് എനിക്ക് തന്ന പണി കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയ്ക്ക് അവോയ്ഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു മോശ സമയത്ത് അവരില്ലായിരുന്നു, അപ്പോൾ എൻ്റെ നല്ല സമയത്ത് അവർ വേണ്ട. ഇതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. എൻ്റെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. കാരണം ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ട് 10 മടങ്ങായിട്ട് അങ്ങോട്ടും തിരിച്ചു തരും. ഇങ്ങോട്ട് 10 മടങ്ങായിട്ട് തന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും 10 മടങ്ങായിട്ട് തരും. ഇങ്ങോട്ട് കുഴിവാരിയാണെങ്കിൽ പിന്നെ കട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. ഇങ്ങനെയാണ് ജീവിതത്തിൽ ഓരോരുത്തരും വന്നു പോകുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആൾക്കാർ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.